നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2-3 ദിവസം മുന്നെയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ അക്ഷയ തൃതീയ വരുന്ന ആ ദിവസത്തിന് മുന്നേ ചെയ്യണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ പഠനങ്ങൾ കുറച്ചധികം വേണ്ടി വന്നു. കാരണം നമ്മുടെ ഭാരതത്തിൽ ഈ അടുത്ത കാലത്ത്, ഭാരതത്തിലല്ല കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു, അടുത്ത കാലത്താണ് അക്ഷയ തൃതീയനെ കുറിച്ചിട്ട് സ്വർണവും വജ്രവും രത്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു പണക്കാരുടെ ഏറ്റവും വലിയ ഒരു മഹോത്സവം എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത കാലത്താണ് ഞാനും കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനു മുന്നേയും ഈ അക്ഷയ തൃതീയയുടെ ഒരു ചരിത്രത്തിലേക്ക് ഞാനൊന്ന് തേടിപ്പോയി. അപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വെള്ളി വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണോ ഗുണം, അതോ നമ്മൾ സാധാരണക്കാർക്കും അക്ഷയ തൃതീയ ദിനത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു പഠനം നടത്തി. ആ പഠനത്തിൻ്റെ അവസാനത്തിലാണ് ഇരിക്കുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തൃതീയയാണ് അക്ഷയ തൃതീയയായി നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അക്ഷയ തൃതീയ എന്ന ആ പദത്തിനർത്ഥം അക്ഷയം എന്ന് പറഞ്ഞാൽ നെവർ എൻഡ്, അവസാനിക്കാത്തത്. ഉത്തരേന്ത്യയിൽ ഇതിൻ്റെ ആഘോഷം, ഇതിൻ്റെ ഐതിഹ്യം, ഇതിൻ്റെ ചരിത്രം അത് എന്താണെന്ന് ആണ് ഞാൻ തേടിപ്പോയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർഭാടപ്രിയരും അവർ അങ്ങനെയല്ല. ദേവഭൂമി എന്നാണ് പറയുക. ആ ദേവഭൂമിയിൽ എൻ്റെ ഭാഗ്യപ്രകാരം ഒരു 5 വർഷം ഒക്കെ ബുള്ളറ്റ് ഓടിച്ചും അല്ലെങ്കിൽ നടന്നും ഒക്കെ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ചറിവുകൾ അത് പ്രകാരമുള്ള ഒരു കാര്യമാണ് അക്ഷയ തൃതീയയെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം ആരംഭിക്കുന്നത് ഒരു അക്ഷയ തൃതീയ നാളിലായിരുന്നു. പുരാണങ്ങളിൽ പറയുന്നു, മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച പരശുരാമൻ്റെ ജന്മദിനവും ഈ അക്ഷയ തൃതീയ ദിനത്തിലായിരുന്നു അത്രേ. മഹാഭാരതം രചിക്കാൻ വേദവ്യാസ മഹർഷിയും ഗണപതി ഭഗവാനും തുടക്കമിട്ട ദിനം അതും ഒരു അക്ഷയ തൃതീയ നാളിലായിരുന്നു. ഭീമസേനൻ്റെ ആ വിശപ്പ് ലോകപ്രസിദ്ധമാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ, നമ്മുടെ ചരിത്രവും ഇതിഹാസവും അറിയുന്നവരുടെ ഇടയിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു തപസ് ചെയ്തു. അതിനുശേഷം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തി ഒരു അക്ഷയപാത്രം വാങ്ങി. ആ അക്ഷയപാത്രം അദ്ദേഹത്തിന് ആ കിട്ടിയ ദിനവും ഈ അക്ഷയ തൃതീയ ദിനമായിരുന്നു അത്രേ. പിന്നെ നാരദ പുരാണവും സ്കന്ദ പുരാണവും പറയുന്നു, ഭഗീരഥ മഹർഷി ആകാശഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ഗോമുഖിൽ നിന്നും പുറത്തേക്ക് വന്ന ആ ദിനം അതും ഒരു അക്ഷയ തൃതീയ ദിനമായിരുന്നു അത്രേ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം അക്ഷയ തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർണം വാങ്ങുന്ന ഒരു ദിനമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഇത്തരം കാര്യങ്ങൾ കൂടി അതിലുണ്ടെന്നാണ്. സ്വർണം വാങ്ങുന്ന പണമുള്ളവർക്ക് സ്വർണം വാങ്ങി വയ്ക്കാം, പണമില്ലാത്തവർക്ക് വിശ്വാസങ്ങളാണോ വലുത്. അപ്പോൾ അന്നത്തെ ചെയ്യേണ്ട ആചാരങ്ങൾ കഴിഞ്ഞു പോയി എങ്കിൽ കൂടി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഗതി വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും ഒരു ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ വാങ്ങിക്കൊടുക്കുക, അതായത് ദാനധർമ്മം എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ഒരു സൽക്കർമ്മം അന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനെ അന്ന് പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാനാണ് പ്രിയമായിട്ട് പറയുന്നത്. അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്രകാരമുള്ള അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. എന്താണ് നമ്മളിഷ്ടം അന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമൊക്കെ ആ വർഷം ഒരുപാട് അക്ഷയമില്ലാത്ത ഒരു അനുഭൂതിയായി നമുക്ക് തിരിച്ചു വരും എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഞാൻ കണ്ട അക്ഷയ തൃതീയയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ അസൂയാണ്. എനിക്ക് കയ്യിൽ പൈസ ഇല്ല വാങ്ങാനായിട്ട്. അപ്പോഴാണ് ഇതിന് പുറകെ ഞാൻ പോയത്. അപ്പോൾ ഞാൻ കണ്ട അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങുന്നത് പണമില്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ് ആയിരുന്നു. ഇത് പറയാൻ കാരണം എനിക്ക് ഒരുപാട് കൂട്ടുകാർ സ്വർണ്ണപ്പണിക്കാരുണ്ട്. ഞാൻ അവർക്കൊരു വർഷം വരണ്ട, ഞാൻ അങ്ങനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പറയാൻ നിന്നത്. പിന്നെ ഞാൻ അടുത്ത മാസം ഒരു ട്രിപ്പ് പോകണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ ട്രിപ്പിൻ്റെ പൈസ അവൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവനായിട്ട് ഞാൻ ഒരു സാധനം നെറ്റിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി. എന്നിട്ട് ഒരു ഏകദേശം ഈ ദിവസം വരുന്ന രീതിയിൽ. അപ്പോൾ അത് വിഷുവിൻ്റെ പിറ്റേ ദിവസം വന്നു. പക്ഷേ ആ വന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ഡാമേജ്ഡാണ്. അപ്പോൾ അക്ഷയ തൃതീയയ്ക്ക് ഇങ്ങനൊരു വശവും കൂടി ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ കമ്പനിക്ക് എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് തിരിച്ച് പണി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറോ കാര്യങ്ങളോ അവർ തരുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്
എൻ്റെ കണ്ണിലുള്ള അക്ഷയ തൃതീയ കൺസെപ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ വേറെയും അക്ഷയ തൃതീയയെ കുറിച്ചിട്ട് നമുക്ക് ഹൈന്ദവ ചരിത്രത്തിൽ പറയാനുണ്ട്. അതൊക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം ഈ വർത്തമാനം ഇവിടെ നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ഒരു ഉറപ്പോടെ. ഐ ആം രാജേഷ് നെടുവേലി.